അവർ പറയുന്നു മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ ഹീറോ വന്നിട്ട് എന്നെ കൊന്നോളൂ തല്ലിക്കോളൂ എന്ന് പറയുന്നിരിക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നൊരു. അതിന് ലോഹിതദാസ് പറഞ്ഞ മറുപടി, എൻ്റെ നായകന്മാർ പരാജിതരാണ്, തോൽക്കുന്നവരാണ്. ഇയാൾ 12 സീന് വിട്ടിട്ട് എഴുതി തരുന്നു. ഇത് ഞാൻ പോയിട്ട് കോസ്റ്റ്യൂമറുടെ പെട്ടിയുടെ മുകളിൽ വെച്ച് ബാക്കിയുള്ളവർ ഊണ് കഴിക്കുകയാണ്. കോപ്പി എടുത്തൊരു സാറ് വന്നിട്ട് നോക്കി ഈ 11 സീനിൽ എന്തൊക്കെ സംഭവിക്കുന്ന കഥ എന്തിനുമാത്രം വളർന്നിരിക്കുന്നു. അതിന് മുമ്പുള്ള ഒരു ഈ ചെയ്തുള്ളൊരു അതാണ് ആ ഒരു കൂട്ടായ്മ, ഒരു കംഫർട്ട് സോൺ ഉണ്ട്. സാർ എന്നോട് പറഞ്ഞിരുന്നു, അതായത് ഇതുവരെ നിന്നെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല, നീ അങ്ങനെ ഒരു അറിയപ്പെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു. തൂവൽ കൊട്ടാരം എന്ന് പറയുന്ന സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ മകളാണ് സുകന്യ. മഞ്ജു വേറെ ക്യാരക്ടറുണ്ട്. മഞ്ജുവിന് വേണ്ടി ജയറാമേട്ടൻ പോയി കഴിഞ്ഞ് മുരളിയേട്ടൻ വന്നിട്ട് ഉണ്ണിച്ചേട്ടനോട് എൻ്റെ ഒരു മകൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പറയുമ്പോഴും തമ്പരാനൊന്നും ഓർക്കണം, ഞാനും ഒരു അച്ഛനാണെന്ന് പറയുന്നൊരു സീൻ കഴിഞ്ഞിട്ട് ഒരു ചെണ്ട എടുത്തിട്ട് ഒരു തൊഴുത്തിൻ്റെ ഭാഗത്തേക്ക് നിന്ന് ഉണ്ണിയേട്ടൻ കുറേ നേരം നിന്ന് കൊട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ഇമോഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷനിലേക്ക് പോവാൻ പാട്ട് സിനിമയിൽ ഒരു വലിയ ഘടകമാണല്ലോ. ലോഹിയേട്ടൻ്റെ ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ വെക്കുന്നതിലും പാട്ടിലുള്ള ലോഹിയേട്ടൻ്റെ ഒരു സെൻസ് എത്രമാത്രമാണ്? ലോഹിക്ക് വല്ലാത്തൊരു മ്യൂസിക്കൽ സെൻസുള്ള ആളാണ്. പാട്ടിനെക്കുറിച്ച് എഴുതുമ്പോൾ തന്നെ പാട്ടിൻ്റെ സ്വഭാവം രൂപം എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് രാഗങ്ങൾ അറിയാം അത്യാവശ്യം. അപ്പം കമ്പോസിങ്ങിനൊക്കെ ഇരിക്കുമ്പം കുറേ നേരം മിക്കവാറും ഒരു കച്ചേരി അവിടെ നടക്കുക. ഈ പാട്ട് ഞാനും ലോഹിയുമായിട്ട് ഇത്രയും ആഴത്തിൽ പാട്ടിന് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്തു തുടങ്ങിയത് കിരീടം കഴിഞ്ഞാൽ, കിരീടത്തിന് പാട്ടിന് ആ ഒരു പാട്ട് മാത്രമാണെങ്കിലും ഇസൈനസ് അബ്ദുള്ളയിലേക്ക് എത്തുമ്പോഴാണ് പാട്ടുകളുടെ ഒരു എന്താണ് 5-6 ഗംഭീര പാട്ടുകൾ, സെമി ക്ലാസിക്കൽ, ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, ഭയങ്കര ലെങ്തി ഉള്ള ഇസൈനസ് അബ്ദുള്ള, ഭരതം, കമലതളത്തിൽ ഇതേപോലെ തുടർച്ചയായിട്ട് 3 വർഷങ്ങളിൽ ഞങ്ങൾ ഈ ഇത്തരം പാട്ടുകൾ ചെയ്തത്. അതൊക്കെ അതിൻ്റെയൊക്കെ പുറകിലുള്ള ഏറ്റവും വലിയ പ്രചോദനം ലോഹി തന്നെയാണ്. എനിക്ക് അന്ന് വരെയും പാട്ട് ഷൂട്ട് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാണ് പാട്ട്, സിനിമയിൽ ആൾക്കാർ സങ്കടം വരുമ്പോൾ പാടിക്കൊണ്ട് നടക്കും എന്നൊക്കെ പറയുന്ന ഒരു ലോജിക്കില്ലായ്മ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു ആദ്യകാലത്ത്. കിരീടമൊക്കെ വന്നതോടെയാണ് എനിക്ക് കഥ പറയാൻ വേണ്ടി പാട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അബ്ദുള്ളയിലേക്ക് എത്തിയപ്പോൾ ആ സിനിമ, ഈ പാട്ടുകളില്ലെങ്കിൽ ആ സിനിമയില്ല. കാരണം ആ സിനിമയുടെ ഭാഗമാണ് ഈ എല്ലാ പാട്ടുകളും. ഭാരതത്തിലും അത് തന്നെയാണ്. ഈ പാട്ടുകൾക്കും സിനിമയുമായിട്ട് വേറിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല. കഥ ഒരു പാട്ട് തുടങ്ങി തീരുമ്പോഴത്തേക്ക് കഥയ്ക്ക് ഒരുപാടുണ്ട്. കഥാപാത്രങ്ങൾ ഗായകരാണ്. കമലതളത്തിൽ എത്തുമ്പോഴത്തേക്കും അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനകത്തും പാട്ട് മാറ്റി നിർത്തിക്കൊണ്ടായ സിനിമ നിലനിൽക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ പറ്റും, ഇത് വേണ്ടതാണ്, ഇതിനൊരു ലോജിക് ഉണ്ടെന്നുള്ളത് തോന്നുന്നു. അത് സൃഷ്ടിച്ച ആൾ, ആ സാഹചര്യങ്ങളെ, ആ ഗാന സന്ദർഭങ്ങളെ കൊണ്ടുതന്ന ആൾ ലോഹി തന്നെയാണ്. ഈ ചെങ്കോലെടുത്താൽ ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു സിനിമയിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പാട്ട് വരാൻ പല സിറ്റുവേഷനിലും ഉണ്ടെങ്കിലും മധുരം ജീവാമൃതം ബന്ധു എന്ന് പറയുന്ന പാട്ട് വന്ന് കയറുന്നത് ആ സിനിമയിലുള്ള ആളേ അല്ല ആ പാട്ട് പാടുന്നത്. അതൊരു ഒരു യാചകൻ, അയാൾക്ക് പൈസ കൊടുത്ത് അവിടെ നിന്ന് പാടിച്ച് അവിടെ ഒരു പാട്ട് കയറുകയും ആ പാട്ട് വർക്ക് ചെയ്യുകയും എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നസീർ സാറിനെ പറ്റിയായിരുന്നു. അപ്പം ഷീലാമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വർത്താനം പറയുന്നതിനിടയിൽ ഒരു കാര്യം അറിയാണ്ട് പറഞ്ഞു പോയതുകൊണ്ട്, ഒരു സീനുകൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് പാടാണെങ്കിൽ നസീർ സാറിനെ പോലെ ഒരാളെ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളിലൂടെയാണ്. നിത്യഹരിത നായകൻ എന്ന് വിളിക്കുന്നതിന് മുഴുവൻ കാരണം പാട്ടുകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആ കാര്യത്തിൽ വലിയ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് നല്ല പാട്ടുകളുണ്ട്. ഉള്ളത് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവയാണെങ്കിലും ജോക്കറിലെ പാട്ടുകളാണെങ്കിലും എല്ലാം വളരെ പോപ്പുലറായ പാട്ടുകൾ ഒരു നടനുണ്ടായിരിക്കുക. അത് ദാസേട്ടനും ജയേട്ടന്റെയും ശബ്ദത്തിലാണെന്ന് തോന്നുന്നല്ലേ പാട്ടുകൾ? അതൊരു വലിയ ഭാഗ്യം. അതൊരു ദിവസം ഈ എന്താ പറയുക, ജോക്കറിന്റെ ധ്വനിതരംഗത്തെല്ലാം ഷൂട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നത്. കുറേ ഭാഗം ഷൂട്ട് ചെയ്യുന്നൊരു സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് ലിപ്പ് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സാർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത് ദാസേട്ടൻ്റെ ശബ്ദത്തിനെയാണ് നിഷാന്ത് ഈ ലിപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അത്
അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. അതൊക്കെ മര്യാദയ്ക്ക് ചെയ്യ നീ. ദേഷ്യപ്പെട്ടതാണ് അത് വേറൊരു രീതിയിൽ. അതെ, അത് സിനിമയിൽ വന്നൊരു സമയത്ത് എന്താ പറയുക, ഈ ഇപ്പം ലോയി സാറെ പറ്റിയാണെങ്കിൽ തന്നെ എനിക്ക് കൂടുതലായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു അറിവ് ഇപ്പം ദാസേട്ടൻ്റെ പാട്ടുകൾ കേട്ട് അല്ലെങ്കിൽ കുറേ നല്ല സിനിമകൾ കണ്ട് അങ്ങനെയൊന്നും അല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്. ഞാൻ ഈ എന്താ പറയുക, സൽമാൻ ഖാൻ്റെ മസിൽ കണ്ടിട്ട് ഇതേപോലെ മസിൽ വരിപ്പിച്ചാൽ സിനിമയിലെത്താം, അങ്ങനെ ഒരു 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 ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സിനിമയിൽ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. വളരെ സത്യമായിട്ട് പറയുക, ഭയങ്കര ജെന്യൂൻ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് സാറിനും അത് മനസ്സിലായി ശരിക്കും, ലോയി സാറിനും പിന്നെ ഒരു പൊട്ടനാണ് എന്നുള്ളൊരു കാര്യം വീണ്ടും ഒരു ജനം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് അല്ലേ. അപ്പൊ സാർ അതുകൊണ്ട് തന്നെ എന്നെ എന്താ പറയാ, സെറ്റിലുള്ള ഓരോ സമയത്ത് ഇപ്പം ദാസേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഓർമ്മപ്പെടുത്തൽ, അതായത് നീ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു പരിപാടിയിലാണ്, നീ ഇങ്ങനെ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടേക്കുക നിങ്ങളുടെ പേരിൽ, പിൻവലിക്കാൻ പറ്റാത്ത ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് തന്നിട്ടാ പോയേക്കുന്നത്. വലിയ ഭാഗ്യമാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് എന്നിൽ ഉണ്ടോ എന്നുള്ളൊരു, ഞാൻ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സുഖിയനാണ് എന്നുള്ളൊരു ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു സാറിന്. അത് സീരിയസ് ആയിട്ട് അല്ല ഞാൻ കാര്യങ്ങൾ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു ഗ്രാഹ്യം കാര്യങ്ങളെ പറ്റി ഇല്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സാറ് അത് എന്താ പറയുക, അത് സാർ ഓരോ നിമിഷവും സാർ തന്നിലേക്ക് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടിരിക്കുമായിരുന്നു ലൊക്കേഷനിൽ വെച്ച്. ഈ പാട്ടിനെ പറ്റി പറഞ്ഞപ്പം ലിറിക്സ് എഴുതുമായിരുന്നു പാട്ടുകൾക്ക്. ഈ സിനിമയിലെ ചെമ്മാനം പൂത്ത എന്നുള്ള പാട്ടൊക്കെ അദ്ദേഹം തന്നെ ലിറിക്സ് എഴുതിയിട്ടുള്ളതാണ് സിനിമ പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. ഈ കമലനളം, ഭരതം, ഹിസ്സൈനസ് അബ്ദുള്ളയൊക്കെ എടുക്കുമ്പം വലിയ പാട്ടുകാരാണ് ഇവരെല്ലാം, വൻ പാട്ടുകാരാണ്. പക്ഷേ സല്ലാപത്തിലോട്ട് വരുമ്പോൾ ഒരു ജൂനിയർ യേശുദാസ് ഒരു ഉണ്ടാക്കി പാട്ടുകാരനാണ്. പക്ഷെ പിന്നീട് പാട്ടറിയാമെങ്കിലും അതൊരു ഉണ്ടാക്കി പാട്ടുകാരനാണ്. പിന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എടുക്കുമ്പോൾ നാടകം അതിനകത്തുണ്ട്. ഒരു പക്ഷേ ഈ സർക്കസ്, നിങ്ങളുടെ പടം, അപ്പൊ ഇതില് നമ്മളിപ്പോ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇതിനകത്ത് വേറെ ഇതര കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കഥയും അങ്ങനെയുള്ള ആളുകളെ കഥാപാത്രങ്ങളായും ലോയി സാർ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട് എനിക്ക്. കമലകാലം തന്നെയാണല്ലോ കഥകളിയുടെ എല്ലാ മേഖലയും കവർ ചെയ്ത്. ഇനി ആർക്കും അങ്ങനത്തെ ഒരു പാട്ട് അല്ലെങ്കിൽ ഡാൻസിൻ്റെ എല്ലാ ഫോംസും ചെയ്ത് കഴിഞ്ഞു. മോണിഷ തന്നെ അവസാനം ഇതിൻ്റെ ഒരു 150-ാം ദിവസം ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് മോണിഷ വന്ന് എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞത്, എൻ്റെ ജീവിതം പൂർണ്ണമായി, കാരണം ഡാൻസിൻ്റെ എല്ലാ ഫോംസും ഞാൻ ഈ സിനിമയിൽ ചെയ്തു, ഇനി എനിക്ക് ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാനില്ല എന്ന് പറയുന്നത് പിന്നീട് അറം പറ്റിയ ഒരു വാക്കായി മാറിയെങ്കിൽ പോലും. അല്ല, അതുപോലെ ലോഹി ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം അങ്ങ് വെളുപ്പിച്ചിട്ട്. ദശരഥം ഏതാണ്ട് എത്ര ദിവസം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ദശരഥവും വളരെ ചെറിയ സമയത്തിനാണ് ചെയ്തത്. അത് ചെയ്യേണ്ടി വന്നതാണ്. കാരണം ഞാൻ കിരീടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലാല് ആവശ്യപ്പെടുന്നത് അടുത്ത പടം ചെയ്യണം എന്ന് പറയണം. കാരണം വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ചെയ്യാനിരുന്നൊരു പ്രോജക്റ്റാണ്. ആ പടത്തിൻ്റെ ഡയറക്ടർ ജോഷി സാറായിരുന്നു. ഒരു പ്രൊഡക്ഷൻ കമ്പനി വന്നതാണ് പുതിയതായിട്ട്. അവർ 10 പടം അനൗൺസ് ചെയ്തുകൊണ്ട് വന്നു, ന്യൂ സാഗ ഫിലിംസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ സിനിമ ജോഷി സാറാണ് ചെയ്യേണ്ടത്. ജോഷി സാറും SN സ്വാമിയും ആണെന്ന് തോന്നുന്നു. അവർ ഒരുമിച്ചൊരു സിനിമയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ തമ്മിലൊരു ധാരണപ്പശക ഉണ്ടായതുകൊണ്ട് ജോഷി സാർ അതിൽ നിന്ന് മാറുകയും ഈ ലൊക്കേഷനിലേക്ക് ഈ പ്രൊഡ്യൂസർമാരെത്തി, കിരീടത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പ്രൊഡ്യൂസർമാരെത്തി ലാലുമായിട്ടൊരു പകലും കൂടി ഒരു സംസാരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അന്ന് വൈകുന്നേരം ലാൽ എൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു, അടുത്തൊരു സിനിമ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ജോഷി സാറ് ചെയ്യേണ്ട പടമല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അവർ തമ്മിൽ എന്തോ ഒരു ധാരണപ്പശകുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചു, നിങ്ങൾ രണ്ടുമാണെങ്കിൽ അവർ ഹാപ്പിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോഷി സാറിൻ്റെ പെർമിഷൻ മേടിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ജോഷി സാറിനെ രാത്രി വിളിക്കുകയും ജോഷി സാർ പറയും നീ ചെയ്തോളൂ എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെയുള്ളത് ഈ കിരീടത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിനുള്ളിൽ ഇത് തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് 2 കഥകൾ ലോഹി പറഞ്ഞു. ഒന്ന് ഹിസൈനസ് അബ്ദുള്ള കഥയും ഒന്ന് ദശരഥത്തിൻ്റെ കഥയാണ്. അപ്പോൾ പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചുള്ള രണ്ടും ഇഷ്ടമാണ്, രണ്ടും ഓക്കെയാണ്. അപ്പം നമ്മൾ തീരുമാനം എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ലാലിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ ഞാൻ ലാലിൻ്റെ അടുത്ത് പോയി കണ്ടു. ലാലിൻ്റെ അടുത്ത് 2 കഥ പറയുന്നു.
ലാലിന് രണ്ടും ഇഷ്ടമായി. അപ്പോൾ ലാൽ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഏതാണ്, നമുക്ക് ഇമ്മീഡിയറ്റ് തുടങ്ങേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലോഹി പറഞ്ഞു എനിക്ക് രണ്ടാമത്തെ കഥ ദശരഥത്തിൻ്റെ കഥയാണ് എഴുതാൻ എളുപ്പമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞാണ് അത് പോകുന്നത്. അപ്പം കിരീടത്തിൻ്റെ റിലീസ് 7-ാം തീയതിയും 15-ാം തീയതിയും ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഈ കിരീടത്തിൻ്റെ സക്സസ് ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ലോഹിയും കണ്ടിട്ടില്ല. ലോഹി ഇതിൻ്റെ എഴുത്തിലും ഞാൻ ഇത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ലൊക്കേഷൻ നോക്കലൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ തിരക്കഥ പൂർത്തി കഴിഞ്ഞ ശേഷമാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അത്രയും ചുരുങ്ങിയ സമയത്തുള്ള എഴുതി തീർത്തു. ഷൂട്ടൊക്കെ പരിമിതമായ സമയങ്ങൾ കൊണ്ട് തീർക്കുകയും ചെയ്തു. അല്ല, ഈ ലോഹിയെ സംബന്ധിച്ചുള്ള അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു കിരീടം ഹിസൈനസ് അബ്ദുള്ള ലോഹി എഴുതാൻ വളരെ സ്ട്രെയിൻ എടുത്തൊരു സ്ക്രിപ്റ്റാണ്. കാരണം ലോഹി ദശരഥത്തിൻ്റെ കൂടെ രണ്ട് പറഞ്ഞ കഥയിൽ മറ്റത് സെലക്ട് ചെയ്തപ്പോൾ ഇത് സെലക്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ലോഹി പറയുന്നത് ഈ പശ്ചാത്തലം എനിക്കറിയില്ല, രാജകൊട്ടാരം അവിടുത്തെ രീതികൾ, അപ്പോൾ അത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും ലാലിൻ്റെ അടുത്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അത് തന്നെ ചെയ്യുമ്പോൾ ഇത് എഴുതുക എന്നുള്ളത് ഷൂട്ടും ഒരേ സമയത്ത് പോയിക്കൊണ്ടിരുന്നൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ ലോഹി നാഗർകോവിലിലെ ഒരു ഹോട്ടലിൽ ഇരുന്ന് എഴുതുന്നു, ഞാൻ തക്കലയിൽ ഷൂട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. എഴുത്തും ഷൂട്ടും പാരലായിട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമയാണത്. എന്നോട് ജയറാമേട്ടൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഈ ദശരഥത്തിലോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ജയറാമേട്ടൻ ഒരിക്കൽ പറഞ്ഞു ഫ്രണ്ട്സും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും ഒരേ സമയത്താണ് ഷൂട്ടിങ്. ഇതിൻ്റെ ചില വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഡയറക്ടർ സിദ്ദിഖ് ലാൽ ആ കൂട്ടത്തിൽ ആരോ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങളുടെ ഡബ്ബിങ് ഇറക്കുമ്പോൾ അവിടെ കാണാൻ വന്നു. അപ്പം അപ്പനാണപ്പ നടൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ലാസ്റ്റ് ഡയലോഗ്. തിലകേട്ടനും ജയറാമേട്ടനും കൂടെ ഞാൻ എന്ത് നടൻ, അപ്പനാണപ്പ നടന്നു ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പം ആ പടം തീരും. അത് കഴിഞ്ഞപ്പോൾ ഇവർ പുറത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു, കണ്ടത് ക്ലൈമാക്സ് ആണോ എന്ന് ചോദിച്ചു. ആ സിനിമ തീരുന്നത് അപ്പനാണപ്പ നടന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനിലാണ്. അപ്പോൾ ഫ്രണ്ട്സ് പോലെ അപ്പോഴത്തേക്കൊക്കെ സിനിമയുടെ ക്ലൈമാക്സുകൾക്കൊരു ഇനം വേണം, ക്ലൈമാക്സിനൊരു വലിപ്പം വേണം, ക്ലൈമാക്സിൽ ഒരുപാട് സംഭവങ്ങൾ ഒത്തുചേർന്ന് അവിടെ വന്ന് എല്ലാം കൂടെ എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേറ്റവും അത്ഭുതം തോന്നുന്ന ക്ലൈമാക്സുകളിലൊന്നാണ് ഈ ദശരഥത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അതൊരു വരിയിൽ വന്നിട്ട് ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മായ്ക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ ടിം, ഒരു സിനിമ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാർക്കിൽ തീരുകയാണ്. അതൊരു വലിയ എഴുത്തിൻ്റെ അത്ഭുതമാണ്. ഒരാളെ കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ടതായിട്ടുണ്ട്. ലോഹിതദാസ് സാറ് സംവിധാനം ചെയ്ത അവസാന ചിത്രം നിവേദ്യം എന്ന് പറയുന്ന സിനിമ. അവസാന ചിത്രത്തിലും അദ്ദേഹം മലയാള സിനിമയ്ക്ക് നല്ല പാട്ട് സമ്മാനിച്ചു, അഭിനേതാക്കളെ സമ്മാനിച്ചു, പുതിയൊരു നായകനെ സമ്മാനിച്ചു, പുതിയൊരു നായികയെ സമ്മാനിച്ചു. നിവേദ്യം എന്ന ലോഹിതദാസ് ചിത്രത്തിലൂടെ നമുക്ക് സുപരിചിതനായ താരം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട വിനു മോഹൻ. വിനു നമസ്കാരം. നമസ്കാരം. സാമാന്യം സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വന്നതെങ്കിലും ഈ ഫസ്റ്റ് സിനിമയിലേക്ക് എത്തിയപ്പം ലോഹിതദാസ് സാറിൻ്റെ ഹീറോ ആയിട്ടാണ് വരാൻ പറ്റിയത്. ഞാനിങ്ങനെ നിശാന്ത് ഭായിയോടൊക്കെ പറയുമായിരുന്നു, അതൊരു ഭാഗ്യമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരു ആഗ്രഹവും ആവശ്യവും അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ ഒരു പരിഗണനകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വിനു ലോഹിതദാസ് സാറിനെ ആദ്യമായിട്ട് കണ്ടതും എത്തിയതും എന്തായിരുന്നു അതിൻ്റെ പരിപാടി? സാറിനെ ശരിക്കും ഞാൻ ആദ്യം കണ്ടത് ഇപ്പോഴും അല്ല കേട്ടോ, കൊച്ചിന്നുള്ള സാറിൻ്റെ പടത്തെ ആകാശദൂതിൻ്റെ ഒരു ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ആകാശ് അന്ന് എനിക്കൊന്ന് ചെങ്കോലിൻ്റെ ആണെന്ന് തോന്നുന്നു, അവിടെ ആ ഗീതിൽ നടക്കുന്നുണ്ട്. അന്നാണ് സാറിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ അവിടെ ചെന്നിട്ട് എന്നോട് കരയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ കരയത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് സാറിനെ കണ്ടിട്ടുള്ളത് അവിടെയാണ്. അന്ന് ലാലേട്ടനെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു സമയത്ത് അവരുടെ ഡിസ്കഷനൊക്കെ നടക്കുന്നത്. പിന്നെ ഇപ്പൊ മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കട്ടെ. പിന്നീട് കുറെ നാൾ കഴിഞ്ഞ് ആകാശദൂത് കണ്ട് വിനുമോഹൻ ഒരുപാട് കരഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അന്ന് കരയില്ലെന്ന് പറഞ്ഞു ഇദ്ദേഹം അല്ല, ശരിക്കും എന്റെ കൊച്ചിലത്തെ ഫോട്ടോ കണ്ടാല് ആ ക്യാരക്ടർ അതാ ചെയ്തിരുന്ന ആളുടെ എന്റെയും ഫേസ് ഭയങ്കര സിമിലർ ആണ്. അത് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലൊരു മുഖം ഉണ്ടല്ലോ. അതെ, ഞാൻ സ്കൂളിൽ നിന്ന് പിന്നെ പറഞ്ഞിട്ടൊക്കെയാണല്ലോ പോകുന്നത്. ഞാൻ അപ്പം എല്ലാരും പറയുന്നത് എന്താ നീ പോയിട്ടോ, നിനക്ക് പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ. ഒന്നാമത് ഈ അപ്പൂപ്പൻ്റെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ ഇതിൽ വരുമ്പോൾ ഇപ്പം അമ്മയോ അല്ലെങ്കിൽ അമ്മാവനായാലും ഇവരുടെയൊക്കെ ഒരു ഇതിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും ഇത് നിസ്സാരം എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അതെനിക്ക് ഏറ്റവും
പേടിയുള്ളൊരു കാര്യമായിരുന്നു അഭിനയിക്കുന്ന സമയത്ത്. ചക്രമുത്തിൻ്റെ ഒരു പൂജയുടെ സമയത്താണ് സാറിനെ ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതും. അതിനുശേഷം എനിക്ക് തോന്നുന്നു വേറെ സാറിൻ്റെ ചെമ്പട്ടെന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടക്ക സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. 7 Hours മോഹൻ ചേട്ടനാണ് എന്നോട് ഇങ്ങനെ ഒരു ഫോട്ടോ നീ അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ പറയും. അങ്ങനെ പോയി സാറിനടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നാണ് ഈ നിവേദ്യം എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അപ്പോൾ സാർ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് അധികം ഭയങ്കരമായിട്ട് സംസാരിച്ചൊന്നുമില്ല. ആലുവ വീട്ടിൽ പോയിട്ട് സാറിനെ കണ്ടു. സാർ എന്നിട്ട് അവിടുന്ന് കുഴപ്പമില്ല നമുക്ക് ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ നിവേദ്യത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പം ഒരു ദിവസം ഇങ്ങനെ ചെറുതുരുത്തിയിലേക്ക് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി ഞാൻ വരാം. എനിക്കൊന്ന് അന്ന് അതിൻ്റെ കമ്പോസിങ് തുടങ്ങിയിട്ടില്ല, നിവേദ്യത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ആദ്യം വന്നിരുന്നപ്പോൾ സാറ് പറഞ്ഞെന്തെന്നറിയോ, ഞാൻ പറഞ്ഞ് നിന്നെ സത്യം പറഞ്ഞ് എനിക്ക് വിളിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ പറഞ്ഞു അതെന്താ? അല്ല ഒന്നാമത് ഇപ്പം എല്ലാവരും ഇപ്പം എനിക്കൊന്ന് നിഷാന്തനൊക്കെ ചിലപ്പം ആദ്യത്തെ സമയത്ത് പറഞ്ഞു വേറൊരു ഒരു സ്റ്റാർ, നീ ഇപ്പം സിനിമയെക്കുറിച്ച് അറിയാം, സിനിമയെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്, മീൻ ഫാമിലിയിലുള്ള ഒരാളായതുകൊണ്ട് സിനിമയെക്കുറിച്ച് നിനക്ക് ധാരണകളുണ്ടാവുമല്ലോ, അങ്ങനെ ഒരാളെ എനിക്ക് ചിലപ്പം ശരിയാവില്ല എന്ന് സാർ ആദ്യം പറഞ്ഞു. പിന്നെ എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കരുത്, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ ഇരുന്ന് പൊട്ടനാണ് ഇവിടെ ഒരു പൊട്ടൻ കഴിഞ്ഞിരിക്കും. അല്ല സത്യം എനിക്ക് പെട്ടെന്ന് ഒട്ടും പുള്ളിക്ക് ഒട്ടും മോൾഡഡ് അല്ലാത്ത ഒരാൾ വേണം, അതിനെ പിന്നെ വേണം മോൾഡ് ചെയ്യാൻ. ഏറ്റവും രസമായിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് സാറ് ചോദിച്ചാൽ ശരി. അപ്പം ഞാൻ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സാറ് ഉറങ്ങുമായിരുന്നു. എഴുന്നേറ്റ് ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. കുഴപ്പമില്ല. പിന്നെ ആ ഫോണിൽ സംസാരിച്ചതിൻ്റെയൊക്കെ ആയിരിക്കും സാറ് വരാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് സാറ് ചോദിച്ചു നീ പാട്ട് പാടുമെന്ന് ചോദിച്ചു എന്നോട്. ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യത. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പാടാനല്ലല്ലോ, ഞാൻ അഭിനയിക്കാനല്ലേ വന്നത്, പിന്നെ ചെയ്യുമ്പോൾ പാട്ട് പാടുമോ? ഞാൻ പറഞ്ഞു സാർ അതെന്താ പാടും, കാരണം നമുക്ക് പാട്ട് അറിയാത്ത കാര്യത്തിന് നമുക്ക് ഒരു പ്രശ്നം ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ. ഒരു കാര്യം പണ്ടൊന്നും കരയാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കിടക്കട്ടെ, ഇനിയൊന്നും ഞാൻ അറിയത്തില്ല ചെയ്യില്ല എന്ന് നമ്മൾ പറയില്ല. അല്ല ഉറപ്പായിട്ടും അങ്ങനെ സാറിനോട് ഞാൻ പാട്ട് പാടും. എൻ്റെ കഷ്ടകാലത്തിനും ഞാൻ പക്ഷേ നല്ല കാലത്തിനാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ സാറിൻ്റെ മുമ്പിൽ പ്രമദവനം പാടി. ആലോചിച്ച് നോക്കും. സാറ് 2 മിനിറ്റ് കേട്ടെടുത്തപ്പോൾ നടനൊന്നുമല്ല, ചങ്കൂറ്റത്തുമേല. അപ്പൊ സാറ് കുറച്ചു നേരം നോക്കിയിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി. അപ്പം പക്ഷെ എനിക്കൊന്ന് അതാണ് സാറിന് സത്യം പറഞ്ഞ സാറിനോട് എനിക്കും സാറിനോട് ഒരു ഭയങ്കര സാറിന് അത്ര ഒരു അടുപ്പം പോലെ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് അതിനുശേഷം. സിനിമയെ പറ്റിയും പാട്ടിനെ പറ്റിയൊക്കെ ഏതാണ്ട് അറിയാന്നുള്ള ആ ധാരണ കൂടുതൽ നന്നായി പോയെന്ന് ഇതോടുകൂടി പ്രമദവൻ അവിടെ ഇരുന്ന് പാടിയതോടുകൂടി ശരി. അതാണ് സാറിൻ്റെ അടുത്ത് വന്ന് അത് സാറ് ഭയങ്കര ചിരിയായിരുന്നു. അതിനുശേഷം പിന്നെ എന്നോട് എനിക്കൊരു ഒന്ന് ഫ്രീ ആയി. അതാണ് തുടക്കം. അതിനുശേഷം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഫ്രീ ആണെങ്കിൽ ഒരു കുറച്ച് നാൾ നിൽക്കാവുന്ന രീതിയിൽ പോരേന്ന് പറഞ്ഞു. അപ്പോഴും എന്നെ നീയാണ് അഭിനയിക്കാൻ പോണത് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ചെറുതുരുത്തി വന്ന ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം എന്നെ പാട്ട് പഠിക്കാൻ വിട്ടു. ഞാൻ പറഞ്ഞു അപ്പോഴും ഇനി ഞാൻ പാടിയതിൻ്റെ സാർ ഇനി എന്നെ പാടിപ്പിക്കും, ഇതൊന്നും എനിക്കറിയാം. പാട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് ചെറുതുരുത്തിലൊരു മാഷിൻ്റെ അവിടെ വിട്ടു. കണ്ണ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവണമെന്ന് പറഞ്ഞിട്ട് കണ്ണ് സാധകം ചെയ്യാൻ അവിടെ കലാമണ്ഡലത്തിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ റൊട്ടീൻ ഇതാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, ഇവിടെ പോയി എന്തിനാണ് ഞാൻ പാട്ട് പഠിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കുറേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചിട്ട് അന്ന് സ്വരങ്ങളൊക്കെ ഒന്ന് പാടിയേ, ഇല്ല ശരിയായില്ല ഇനിയൊന്നും ആവണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സമയത്താണ് അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഈ നായികയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഫോട്ടോസ് നായികയുടെ നോക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻറ്റ്, അപ്പം ഞാനായിരിക്കും ഇനിയിപ്പം നായകൻ്റെ തിരക്കൊന്നുമില്ലല്ലോ, നായികയാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു നായക വരെ ആയിട്ടുണ്ട്, ഇന്നാകുമ്പോൾ ഞാൻ പറയാൻ അങ്ങനെ പറഞ്ഞു. അത് ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും എന്നോട് ഈ സബ്ജക്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും സാറിനെ എപ്പോഴും ഒരു ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു പാറ്റേൺ ഓഫ് ഒരു ടീച്ചിങ് സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളറിയാതെ നമ്മളിലേക്ക് ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ്. കാരണം നിവേദ്യത്തിൻ്റെ കഥയല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത്, ആ സിനിമയുടെ കഥ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. എന്നോട് മോഹനകൃഷ്ണൻ ജനിച്ച സമയം മുതൽ ആ സിനിമ തുടങ്ങുന്ന ആശാരിപ്പണി ചെയ്യുന്ന അവിടം വരെയുള്ള ഒരു വലിയ സ്റ്റോറി എന്നോട് പറയണം. അപ്പം ഞാൻ വിചാരിക്കുന്ന കുട്ടിക്കാലമൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പോകുന്നത്. പിറ്റേ ദിവസം സാർ പറഞ്ഞ് അവിടം തൊട്ടാണ് നമ്മുടെ സിനിമ, ഇത് നീ മനസ്സിലാലോക്ക്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെയായിരിക്കും സമൂഹത്തിൽ ജീവിക്കുക, അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ അവൻ ഒരാളെ കാണുമ്പോൾ അവരോട് പ്രതികരിക്കുന്ന രീതി എന്തായിരിക്കും, ഈ തരത്തിലൊരു
ചിന്ത നമ്മളിലേക്ക് അറിയാതെ ഇട്ട് തന്നിട്ട് നമ്മൾ അറിയാതെ ക്യാരക്ടറിലേക്ക് പോകും. എം ജയേന്ദ്രൻ സാറ്, കൈതപ്രം തിരുമേനി, അങ്ങനെ ഞാനും സാറ് അഭിനയിച്ചിട്ടുണ്ട്. ഞാനായിട്ട് അത് ഭയങ്കര സാർ. ഇനി ഒരു യാദൃശ്ചികത, ഈ പരിപാടിയുടെ സംവിധായകനായിട്ടുള്ള ഹരി പി നായർ ആ സിനിമയിലുണ്ട്. അതെ, ഏതോ അമ്പലത്തിൽ നിന്ന് വന്ന് എനിക്ക് പകരം പൂജാരിയാവുന്ന ആ അമ്പലത്തിൽ പൂജാരിയായിട്ട് വരുന്നത് ഇതിന്റെ സുരേഷ് നമ്പൂരി എന്നാണ്. സിബി സാർ അതിന് മുമ്പ് മാനത്തെ കൊട്ടാരത്തിലോ മറ്റൊക്കെ ഇല്ലേ? അത് എല്ലാവരും അഭിനയിച്ചു. ഒരു കല്യാണത്തിന് വന്നിട്ട് വിഷയമൊന്നുമല്ല. ഊന്നില മഴ എന്നുള്ള പാട്ടില് എല്ലാവരും ഉണ്ട്. മലയാളത്തിലെ സിനിമ എല്ലാവരും ആ സമയത്ത് ഇവിടെയുള്ള എറണാകുളത്തുള്ളവരെല്ലാം വിളിച്ച്. അതിൽ ലോക സാറിന്റെ ഒരു എപ്പിസോഡ് നമ്മൾ കഥയും കഥാപാത്രവും മുഹൂർത്തങ്ങളും ഒക്കെയാണ് പറയുന്നെങ്കിൽ ഏതോ ഒരു പോയിന്റ് ഞങ്ങൾ കുറച്ചധികം നേരം പാട്ടുകളെ പറ്റി സംസാരിച്ചു. നിഷാന്തിനോട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് വിനുവിനും ഈ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പാട്ടിന് സിനിമയ്ക്ക് പുറത്ത് ഒരു ജീവിതവും ആയുസ്സും എത്രയോ കാലങ്ങളുള്ള ആ പാട്ടുണ്ട്. അത് ആരാ എഴുതി ആരാ പാടിയെന്നൊന്നും അറിയില്ലെങ്കിൽ ഒരു ആയുസ്സുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ ഭാഗ്യമാണ്. വീണ്ടും നമുക്ക് അഭിനേത്രിയായിട്ടുള്ള സോന നായർ ലോഹി സാറിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലോഹി സാറിനെ കുറിച്ച് ഓർക്കുന്നു. തൂവൽ കൊട്ടാരം നിന്ന് തുടങ്ങി വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അഗെയിൻ സത്യനന്ദിക്കാടിന്റെ ചിത്രത്തില് അതിലും ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു. പിന്നെ ഞാൻ ലോഹിട്ടന്റെ പടം എന്ന് പറയുന്നത് അരയന്നങ്ങൾ വീട് ലോഹിട്ടൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയിലാണ് ചെയ്യുന്നത്. പിന്നെ സാറിന്റെ തന്നെ മീൻസ് ലോഹിട്ടന്റെ ഡയറക്ഷനിൽ ചെയ്യുന്നത് കസ്തൂരിമാൻ എന്ന ചിത്രത്തിലായിരുന്നു. അതിൽ മീര ജാസ്മിന്റെ ചേച്ചി കഥാപാത്രം. ശരിക്കും ലോഹിട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ അഭിനയിച്ചൊക്കെ കാണിച്ചു തരും. ചില പോർഷൻസ് ഒക്കെ പുള്ളി എഴുതി വെക്കുന്നതിന്റെ ആ ഒരു കൺസീവിങ് ലെവലിലേക്ക് എത്തിയില്ലാത്ത പക്ഷം അദ്ദേഹം അത് കാണിച്ചു തരാം. അത് എത്ര വലിയ ആക്ടേഴ്സിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഭയങ്കര സൗമ്യനായിട്ടുള്ള സൗണ്ടേ ഉണ്ടാവില്ല ലൊക്കേഷനിൽ. ലോഹിട്ടന്റെ എന്താ പറയണ്ട ആ രൂപം പോലെ തന്നെയാണ്. വളരെ നിശബ്ദനായി, സൗണ്ടുകളൊന്നുമില്ല. നമ്മളടുത്തൊക്കെ ഒരു ആർട്ടിസ്റ്റുടെ അടുത്തൊക്കെ അദ്ദേഹം വന്ന് അങ്ങനെയൊന്നും പറയേണ്ടതോ അങ്ങനെ ഒരു വളരെ സൗമ്യനായിട്ട് നിൽക്കേണ്ട ഒന്നും ഒരു അത്തരം വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു. ലോഹി സാറിന്റെ ഓർമ്മകൾ ഇനിയും ചിലത് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ക്ഷണം സ്വീകരിച്ചെത്തിയ നിഷാന്ത് സാഗർ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ 2ാം സിനിമയാണ് ലോഹിദാസ് സാർ കണ്ടെത്തിയതും വിളിച്ചതും ഒക്കെ. എങ്കിലും നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നത് ഈ സിനിമകളിലൂടെയാണ്. തൊടുപുഴയിൽ നിന്നും സിനിമാ മോഹങ്ങളുമായി വന്ന നിഷാന്ത് സാർ ഇപ്പോഴും നമ്മൾ ലോഹി സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലെ ഒരു പ്രകടനവും കഥാപാത്രവും എല്ലാം നമ്മുടെ മുന്നിൽ അത്രയധികം തെളിച്ചത്തോടെ തെളിവാർന്ന് നിൽക്കുന്നത് കൊണ്ടാണ്. വന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇനി ഒരാൾ കൂടെ അതിഥിയായിട്ട് എത്തുകയാണ്. ചലച്ചിത്ര മേഖലയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് എങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് വലിയ മഹത്വമുണ്ട്, വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ ഇത്രയും നേരം ഓർമ്മിച്ച അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ലോഹിതദാസ് സാറിൻ്റെ ഇളയ മകൻ വിജയ് ശങ്കർ. നമസ്കാരം. ഞങ്ങളിങ്ങനെ ലോഹി സാറിന്റെ സിനിമകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നു. രണ്ടുപേരിൽ ഇളയാള് വിജയ് ശങ്കർ, രണ്ടാമത്തെ ആളാണ്. മൂത്താള് ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ ക്യാമറ, അതെ ക്യാമറമാനാണ്. ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. വിജയശങ്കർ കുഞ്ഞുണ്ണിന്ന് വിളിക്കും. ചക്കരയും കുഞ്ഞുണ്ണിയുമാണ്. അതിൽ കുഞ്ഞുണ്ണിയാണിത്. വിജയശങ്കറെ, ഈ ഓർമ്മയിൽ ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ്? ഓർമ്മയിൽ എനിക്ക് ചെങ്കോലിന്റെ ലൊക്കേഷൻ ഓർമ്മയുണ്ട്. അത് നമ്മളിങ്ങനെ പുറകോട്ട് നടന്നിട്ട് നമ്മളൊരു ഓർമ്മ തുടങ്ങണ സ്ഥലത്തെത്തുമ്പം ഇവിടുന്ന് ഒരു ചെങ്കോലിലാണ്. ചെങ്കോലിന്റെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു. എനിക്കൊരു 3 വയസ്സോ ആ ഒരു ടൈമാണ്. പിന്നെ പറഞ്ഞാല് സല്ലാബൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് ഓർമ്മയുള്ളതാണ്. സല്ലാബത്തിൽ അഭിനയിച്ചിരുന്നു. സല്ലാപത്തിലുണ്ടോ? ദിലീപിനെ കളിയാക്കുന്ന മറ്റേ മുഴക്കോല മുഴക്കോല് എന്ന് പറഞ്ഞിട്ട് മുഴക്കോല് എന്ന് പറയുന്ന സംഘത്തിൽ നിൽക്കുന്നുണ്ടല്ലേ? ആഹാ. സല്ലാപം തൊട്ടുള്ള ഓർമ്മകളാണ്. ഇപ്പം
ഏതുവരെ പഠിക്കുവോ ആ വഴിക്കൊക്കെ പോയത് എന്തായിരുന്നു, അതോ സിനിമ തന്നെ ആയിരുന്നോ? സിനിമ പരിപാടികളൊക്കെ തന്നെയായിരുന്നു കൂടുതലും. അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞാൽ കുറച്ച് ഡയറക്ഷനിലേക്കാണ് അപ്പം കൂടുതൽ. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷനിലേക്കാണ്. സ്ക്രിപ്റ്റ് ഈ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയാണോ എഴുതുന്നതൊക്കെ? ചെയ്തിരുന്നത്. അപ്പം ഇപ്പം വിനു ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ ഈ എന്നെത്തും ഏതാണ് മുത്തച്ഛന്റെ പേര് തൊട്ട് വരുന്ന പോലെ, അതുപോലെ ഒരു ഒഴിവാക്കാനും ഒഴിഞ്ഞു മാറാനും പറ്റാത്തൊരു ചോദ്യമാണ്. സിനിമാ പരിപാടികൾ എഴുത്ത് കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങിയോ, നോക്കിയിട്ടുണ്ടോ? എഴുത്ത് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സിനിമേന്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം ഈ ലോഹിത് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വളരെ നമുക്ക് മൈൽഡായിട്ട് തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻ. നേരത്തെ ഞങ്ങൾ ദശരഥത്തിന്റെ ക്ലൈമാക്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. വളരെ മൈൽഡെന്ന് തോന്നാമെങ്കിലും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ, കുടുംബ കഥകൾ, സഹോദരന്മാർ തമ്മിലുള്ള ആത്മബന്ധം, മുത്തച്ഛൻ കൊച്ചുമൻ, അച്ഛൻ അമ്മൂമ്മ മകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആത്മബന്ധങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു നല്ല ബാല്യത്തിൽ മുഴുവൻ അദ്ദേഹം ഏറ്റവും തിരക്കുള്ളൊരു സിനിമാക്കാരനാണ്. നമുക്ക് മൊബൈലില്ല, വീഡിയോ കോളുകൾ, പരിപാടികളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു അവൈലബിലിറ്റിയും അച്ഛനെന്നുള്ള നിലയിലുള്ള വരവും പോക്കുകളൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛനെ ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് തീരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം ഞങ്ങളൊരു സ്കൂളിങ്ങിന്റെ അവസാന കാലത്താണ് അച്ഛൻ മരിക്കുന്നത്. അതുവരെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടിലുണ്ടാവുന്ന വളരെ വളരെ ചുരുക്കം ദിവസങ്ങളെ വീട്ടിലുണ്ടാവുള്ളൂ, വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പം ഉണ്ടാവുന്ന സമയങ്ങളിൽ തന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഗസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനുകളോ പരിപാടികളോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമുക്ക് അങ്ങോട്ട് കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ പറയുന്ന വ്യക്തിയെ. പാടാണ്, കിട്ടല് വളരെ കുറവായിരുന്നു. ഇപ്പം അച്ഛന്റെ സിനിമകളിലെ കാണലിന്റെ അളവ് എങ്ങനെയാണ്? ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന അച്ഛന്റെ പടങ്ങൾ തന്നെയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു റെഫറൻസിന് വേണ്ടി ഒന്നല്ല, പക്ഷെ എനിക്കൊരു കംഫർട്ട് തരുന്നത് പറയുന്ന പോലെ കിരീടവും ദശരഥവും അമരവും ഇത്തരം സിനിമകളൊക്കെ തന്നെയാണ്. ഇപ്പോഴാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത്. ഇപ്പൊ സിബി സാറും കൂടെ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ചില ഭയങ്കര മെഡിക്കൽ ത്രില്ലറുകൾ എഴുതുമ്പോൾ അത് ഡോക്ടറാണ്. വലിയ വക്കീൽ കഥ എഴുതുന്നു, അയാള് പ്രൊഫഷണലി വക്കീലാണ് എന്നൊക്കെ പറയും. പക്ഷെ ലോഹിത് സാറിൻ്റെ ഒരു എഴുത്ത് നോക്കുമ്പോൾ ഇപ്പം അമരം, മൃഗയിലെ വാറുണ്ണി, ഇസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം, അല്ലെങ്കിൽ സാഗരൻ സാക്ഷിയിലെ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ കഥ മാത്രമല്ല, ഒരു പ്രദേശം മുഴുവനുണ്ട് അതിനകത്ത്. ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും മാനസിക വികാരങ്ങളും അവരുടെ ഒരു ജീവിതചര്യകളും അവരുടെ ജീവിത ചുറ്റുപാടുകളുണ്ട്. അതിപ്പുറത്തുമുണ്ട് അപ്പുറത്തുമുണ്ട്. അത് എങ്ങനെയായിരിക്കും അതിലേറ്റ് ഒരു, കാരണം അത് നമുക്ക് പരിചയമില്ലാത്തൊരു പ്രദേശമൊന്നുമല്ല. അവിടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാവും, അയ്യോ അത് അങ്ങനെ അല്ലല്ലോ എന്ന് മനസ്സിലാവും. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് ആ പ്രദേശങ്ങളെല്ലാവരും അതിൻ്റെ ഒരു ഒബ്സർവേഷന് പോക്കൊക്കെ ഉണ്ടായിരുന്നോ, അതോ സൗഹൃദങ്ങളിൽ നിന്നായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാകുന്നത്? ഇല്ല, ലോഹി എപ്പോഴും ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ലോഹി ഇങ്ങനെ ഒരു ചില്ല് കൊട്ടാരത്തിൽ കയറിയിരുന്ന് എഴുതുന്ന ആളല്ല. ലോഹി യാത്രകൾ പോവുക. ഇപ്പം ലക്കിടിയിലൊക്കെ താമസിക്കുമ്പോൾ തന്നെ ലോഹി രാവിലെ നടക്കാൻ പോകുന്ന വഴിക്ക് ചായക്കടകളിൽ പോകും. അവിടെ ചായ കുടിക്കാൻ നേരം ചായ കുടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അവിടെ കുറേ ആൾക്കാരെ കാണും, കുറേ ജീവിതങ്ങൾ കാണും, അവരിൽ നിന്ന് പറയുന്ന കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നു. അങ്ങനെയാണ് ഈ യാത്രകൾ ഒരുപാടുണ്ട്. ലോഹി മിക്കവാറും യാത്രകളാണ്. ഇവരൊക്കെ തന്നെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ, ഈ കുടുംബങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളൊക്കെ ഉണ്ട്. നമ്മളൊരു മൂന്നാറിലൊക്കെ ഒരു യാത്രയൊക്കെ പോയി, ഇവരെല്ലാവരും ഉണ്ട്, ഇവരും കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പ് ലോഹിയും പിള്ളേരും സിന്ധുവും കൂടെ രാവിലെ വണ്ടിയെടുത്ത് എവിടെയെങ്കിലും പോകും, കാട്ടി അവിടെ രാവിലെ പോയി ആനയെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ, ഇങ്ങനെ മനുഷ്യരെയും ലോകത്തെയും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരിക്കലൊരു യാത്രയിൽ പോകുമ്പോൾ ഒരു കഥാപാത്രത്തെ കിട്ടിയതിനൊരു ഉദാഹരണം പറയുകയാണ്. ലോഹിയും സിന്ധുവും കൂടെ വണ്ടിയിൽ പോവാം. ലോഹി തന്നെ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. വണ്ടിയിൽ പോകുമ്പോൾ വഴിയിലൊരു വഴക്ക് നടക്കുന്ന ആൾക്കൂട്ടം കാണുന്നു, അവിടെ നിൽക്കുന്നു. അപ്പം ലോഹി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വണ്ടി നിർത്തി അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയും 3-4 ആൾക്കാരുമായിട്ടുള്ള വഴക്കാണ് നടക്കുന്നത്. അപ്പോൾ അതൊരു വേശ്യാസ്ത്രീയാണെന്നും അവരുടെ ഇടപാടുകാരുമായിട്ടുള്ള എന്തൊരു വഴക്കാണെന്നും അതിൽ ആൾക്കൂട്ടമൊക്കെ കണ്ട് രസിച്ച് നിൽക്കുമ്പോൾ ലോഹി കുറേ നേരം അത് കണ്ടു നിൽക്കുന്നത്. അവർ പറയുന്ന വർത്തമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ എന്തായിരിക്കും, ഭാഷ എന്തായിരിക്കും എന്നൊക്കെ. അത് കഴിഞ്ഞ് ഈ സ്ത്രീ അങ്ങോട്ട് നടന്നു പോയപ്പം ലോഹി വണ്ടി എടുത്ത് പുറകെ, സിന്ധു ഫ്രണ്ടിലിരിപ്പുണ്ട്. അടുത്ത് ചെന്നിട്ട് ലോഹി ചോദിച്ചു, പോരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ കുറേ തെറി പറഞ്ഞു. അപ്പോൾ ലോഹിക്ക് അത് കേൾക്കാൻ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ സ്ത്രീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. കൂടെ ഒരുത്തി ഉണ്ടല്ലോ പിന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ആ സ്ത്രീ അങ്ങ് ജീവിതത്തിൽ പോവുകയും ചെയ്തു.
ഇങ്ങനെയാണ് സാധനം എന്താണ് ഒരു കഥാപാത്രത്തെ കണ്ടെത്തുന്നത്, അവരുടെ ഭാഷ, അവരുടെ ജീവിതം. പിന്നീട് ആ കഥാപാത്രത്തെ ലോക്കി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് വളയത്തിലെ ബിന്ദു ചെയ്ത കഥാപാത്രത്തിലേക്കാണ്. പക്ഷെ അതിന് വേറൊരു ഡയമെൻഷൻ കൊടുത്തത്. അതിൻ്റെ ആ ലോഹി അപ്പോൾ കണ്ട സ്ട്രീറ്റിൽ കണ്ട വഴക്കടിച്ച സ്ത്രീയിൽ നിന്നും അവർക്കൊരു പശ്ചാത്തലമുണ്ട്. അവരെന്തിനാണ് അങ്ങനെ നടക്കുന്നത്? സാധാരണ ഒരു സ്ത്രീകൾ ഇപ്പോൾ ഈ വനജ എന്ന് പറയുന്ന കഥാപാത്രം ഭർത്താവ് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ടിക്കറ്റ് വിൽക്കാൻ ഇറങ്ങിയതാണ്. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ചില ജീവിതത്തിലേക്ക് അവർ പോകേണ്ടി വന്നു. പക്ഷേ ഭർത്താവ് മരിച്ചതോടുകൂടി അവരത് ആ ജോലിയിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. മുരളിയെടുത്ത് പറയുന്നത് ഇനി ഞാനതിനില്ല സാർ, ഇനി എനിക്ക് പടത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെ കിട്ടിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അയാളിലുള്ളൊരു നന്മയെ പുറത്തേക്ക് കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇവിടെ എല്ലാ കഥാപാത്രങ്ങളും വില്ലന് പോലും ഒരു നന്മയുണ്ട് എവിടെയെങ്കിലും. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ലോഹി സാറ് ജനകീയയാക്കിയ നമ്മുടെ മഞ്ജു വാര്യർ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമുക്ക് കേൾക്കാം. സല്ലാപത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഏതോ ഷോട്ടിൻ്റെ ഇടവേളയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മഞ്ജു ഒരു നേർച്ചക്കോഴിയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. ഇനി എന്നെ കളിയാക്കിയതാണോ എന്നൊക്കെ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥവും ഒരു ആഴവും വ്യാപ്തിയും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു നികത്താനാവാത്ത നഷ്ടം എന്ന് നമ്മൾ ചില ആളുകളുടെ വിയോഗത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമാ ജീവിതത്തിൽ നികത്താനാവാത്തൊരു നഷ്ടം ഇന്നും ലോഹി സാറിൻ്റെ തന്നെ ആയിരിക്കും. ഇന്നും അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കെങ്കിലും ഞാൻ മനസ്സിൽ ഒരു വിചാരിച്ചൊന്ന് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് ലോഹി സാർ. കുഞ്ഞുണ്ണിയുടെ ഒരു സിനിമ താല്പര്യങ്ങൾ, സിനിമയാണ് വിഷയം എന്നുള്ളത് പറഞ്ഞിരുന്നു. എങ്കിലും ഏത് തരത്തിലുള്ള സിനിമകളോടാണ് കൂടുതൽ താല്പര്യം വന്നിട്ടുള്ളത്? ഇപ്പം സിനിമകൾ അങ്ങനെ ഓരോ സിനിമകളും ഒരു ഹെഡിങ്ങിൻ്റെ കീഴെയായിട്ടുണ്ട്. ക്രൈം, ത്രില്ലർ, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഉണ്ടല്ലോ ഒരു സിനിമയ്ക്ക്. ഏത് സ്വഭാവത്തിലുള്ള സിനിമകളോടാണ് ഒരു താല്പര്യമുള്ളത് കാണാൻ അല്ലെങ്കിൽ എഴുതാൻ? കൂടുതലും ഫാമിലി ഡ്രാമയോട് തന്നെയാണ് ഒരു അഫിനിറ്റി ഉള്ളത്. കാരണം ഇപ്പോൾ അച്ഛൻ്റെ എല്ലാ സിനിമകളും നോക്കിയാലും ഇപ്പോൾ കൗരവർ നോക്കിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു അധോലോക കഥയാണ്, പക്ഷേ അതൊരു കുടുംബകഥയാണ് എന്ന് പറയുന്ന പോലെ എല്ലാ കഥകൾക്കും ആ ഒരു ഫാമിലി ഡ്രാമ എന്ന് പറയുന്നതിനൊരു സോളിഡായിട്ടൊരു എന്താ പറയുക, ഒരു ബേസ് ഉണ്ടായിരുന്നു എല്ലാ കഥകളും. അപ്പോൾ ഒരു ഫാമിലി ഡ്രാമ എന്നും ആൾക്കാർക്ക് മടുക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. അതിനോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ തോന്നിയേക്കുന്നത്. ഫാമിലി ഡ്രാമ, ഇപ്പം നമ്മൾ ഗ്യാങ്സ്റ്റർ സിനിമകൾ എന്നൊക്കെ പറയുമ്പോഴും സസ്നേഹം, കുടുംബപുരാണം, മാലയോഗം തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു നർമ്മത്തിൻ്റെ എഴുത്തിലും വളരെ രസകരമായിട്ടുള്ള ചില നർമ്മങ്ങളും അതിൻ്റെ ചില തുടർച്ചകൾ തിരക്കഥയിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യും. വ്യക്തി ജീവിതത്തിൽ ഒരു നർമ്മത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു. അതോ നമുക്ക് എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു വിഷ്വൽ ഉണ്ടല്ലോ, ലോഹിതദാസ് സാറിന് ആ വിഷ്വലുണ്ട്, ചെറുതായിട്ട് ഒരു സൈഡ് ബാഗും താടിയും എന്നൊക്കെ ഉള്ള ഒരു വിഷ്വലുണ്ട്. ആ ഗൗരവത്തിൻ്റെ ഒരു വിഷ്വലാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. ഒരു നർമ്മം അദ്ദേഹം എന്തുമാത്രം ആസ്വദിച്ചിരുന്നു, പറയാറുണ്ടായിരുന്നു? നർമ്മം ആസ്വദിക്കാറുണ്ട്. അങ്ങനെ വലിയ പൊട്ടിച്ചിരിക്കുന്ന തമാശകളൊന്നും പറയാറില്ല. പക്ഷെ നർമ്മമുണ്ട്. സംസാരത്തിൽ എന്തെങ്കിലും ഒരു നർമ്മം കണ്ടെത്താനുള്ളൊരു സിദ്ധിയുണ്ട് അദ്ദേഹത്തിന്. ഞാൻ വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്യും. ഇപ്പം മഞ്ജു പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, നേർച്ചക്കോഴി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. ഈ സല്ലാപം ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നേർച്ചക്കോഴിയുടെ കാര്യം പറയുന്നത്. സല്ലാപത്തിൻ്റെ 100ാം ദിവസം ആഘോഷിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞങ്ങൾ ആ ആഘോഷം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നൊരു വേളയിൽ ഞാനും ലോഹിയും മഞ്ജുവൊക്കെ ഇരിക്കുമ്പോൾ ലോഹി മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ അഭിനയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടവളാണ്, നിനക്ക് മറ്റൊരു ജീവിതമില്ല, ഇതാണ് നിൻ്റെ ജീവിതം എന്ന് പറഞ്ഞപ്പം മഞ്ജു ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നോക്കി നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിപ്പോൾ മഞ്ജു ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അത്രമാത്രം ഒരു അവളുടെ ആ ഒറ്റ സിനിമയിലെ അഭിനയത്തോടുകൂടി ഇവളുടെ സിദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഇത് അഭിനയമാണ് നിൻ്റെ വഴി, നിൻ്റെ ജീവിതം എന്ന് പറയാൻ ഉള്ളൊരു പ്രവചനം പോലെ ഇത് എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഈ പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്കപ്പുറമുള്ള ചില തിരുത്തലുകളും കറക്റ്റ് ചെയ്യലൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ആശയപരമായ ഒരു സിനിമയുടെ കഥയുടെ ഡിസ്കഷൻ എന്നുള്ളതിനൊക്കെ അപ്പുറം
വ്യക്തിപരമായി ഇന്ന ഡിസിഷൻ നല്ലതാണ്, ഇന്ന ഡിസിഷൻ ചെയ്യേണ്ട, ഇന്നത് ചെയ്യാൻ വേണ്ട, അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ നിങ്ങൾ തമ്മിൽ പറയാറുണ്ടായിരുന്നോ എന്തെങ്കിലുമൊക്കെ? ഞങ്ങൾ സിനിമയും മാത്രമല്ല സംസാരിക്കുന്നത്, സിനിമ ചർച്ചകളേക്കാൾ കൂടുതൽ പൊതുവായിട്ടുള്ള എന്താണ് നിരീക്ഷണങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തികളെക്കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. സിനിമയുടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ലോഹിയായിട്ട് ദീർഘമായ ഇങ്ങനെ വൺ ലൈൻ ഉണ്ടാക്കൽ പരിപാടിയില്ല. അതൊക്കെ ലോഹിയുടെ മനസ്സിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഒരു വിഷയം വരുമ്പോൾ ലോഹി നമ്മുടെ അടുത്ത് പറയുന്നത് ഇങ്ങനൊരു ഒരു ക്യാരക്ടറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് നിരന്തരമായിട്ടിരുന്നിട്ട് ആ വൺ ലൈൻ ഉണ്ടാക്കാമെന്ന് പറയുന്ന പരിപാടിയില്ല. ലോഹിയുടെ മനസ്സിൽ അത് രൂപപ്പെട്ട് കഴിഞ്ഞ ശേഷമാണ് പിന്നെ എന്നിലേക്ക് എത്താറുള്ളത്. ഒരു തുടക്കം മാത്രം, ഒരു സ്പാർക്ക് മാത്രം പറഞ്ഞിട്ട് പിന്നെ ലോഹി അത് രൂപപ്പെടുത്തിയ ശേഷമാണ് എന്നിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നത് പൊതുവെ മറ്റുള്ള എഴുത്തുകാരെക്കാളും ലോഹി വ്യത്യസ്തനാക്കുന്നതും ലോഹിക്ക് വൺ ലൈൻ എന്ന് പറയുന്നൊരു ഫോർമാറ്റ്, സിനിമയുടെ ഒരു സാങ്കേതിക ഫോർമാറ്റുകളൊന്നും പരിചിതമല്ല. അപ്പോൾ ആദ്യ തനിയാവർത്തനത്തിൻ്റെ കഥ എൻ്റെ അടുത്ത് ഞങ്ങൾ ഈ സുഭാഷ് പാർക്കിൽ നിന്നും ജോസ് ജംഗ്ഷൻ വരെ നടക്കുന്ന സമയത്ത് പറഞ്ഞു തീർത്ത ഒരു കഥ. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ സാമ്പ്രദായിക രീതിയിൽ ലോഹിയെടുത്ത് പോലെ അങ്ങനെയാണ് ഇതിൻ്റെ വൺ ലൈൻ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം വൺ ലൈൻ പറയുന്ന എൻ്റെ സാങ്കേതികമായ ആവശ്യമാണ്. കാരണം വൺ ലൈൻ കിട്ടിയാൽ ആരൊക്കെയുണ്ട്, ക്യാരക്ടേഴ്സ് എവിടെയുണ്ട്, ലൊക്കേഷൻ ഏതാണെന്നൊക്കെ തീരുമാനിക്കാവുന്നതാണ്. ലോഹി ഒരു ഉച്ചവരെ ഇരുന്നിട്ട് വൺ ലൈൻ എഴുതിയിട്ട് പറഞ്ഞ് എനിക്കിത് പറ്റുന്നില്ല, ഞാൻ സ്ക്രിപ്റ്റായിട്ട് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പോയി ഒരു 3 സീൻ എഴുതി കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ട് ഇത് മതിയോ എന്ന് ചോദിച്ചു. ഈ 3 സീൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാനില്ല, ഞാൻ ലൊക്കേഷൻ നോക്കാൻ പോകണം, ലോഹി ഇവിടെ നിന്ന് എഴുതിക്കോളാം. കാരണം ആ 3 സീനുകൾ കൊണ്ട് ഇയാൾ എങ്ങനെയാണ് എഴുതാൻ പോകുന്നത് എന്നുള്ളതും ഇയാളുടെ സ്ഥിതി എന്താണെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നില്ല, പിന്നെ ഞാൻ ഇവിടെ നിന്ന് ലൊക്കേഷൻ തപ്പി നടക്കൽ മാത്രമായിരുന്നു. അപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടുവരുന്ന എല്ലാ സാമ്പ്രദായിക രീതികളെയും മറികടന്നിട്ടുള്ള ഒരു എഴുത്ത് രീതിയും ഒരു ക്രിയേറ്റീവ് സ്പേസുമാണ് എപ്പോഴും ലോഹി കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്രതീക്ഷിതമായ വിയോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ. സിബി സാർ നമ്മുടെ ഈ ഒരു പങ്ക്തിയുടെ തുടക്കത്തിൽ പറഞ്ഞു, ആദ്യം പറഞ്ഞത് 3 സിനിമകളാണ്. അതിൽ സിബി സാർ എടുത്ത് കൂടാതെയുള്ള മറ്റ് 2 കഥകളും പിന്നീട് സിനിമയാവുകയും ചെയ്തു. അപ്പോൾ ഇതിന് ശേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും അങ്ങനെ ഒരു അറിവ് കേട്ടിട്ടോ പറഞ്ഞിട്ടോ ഒക്കെ ഉണ്ടോ എപ്പോഴെങ്കിലും? അച്ഛനങ്ങനെ 2-3 സബ്ജക്റ്റുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് 1-2 ആർട്ടിസ്റ്റിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 സബ്ജക്റ്റുകൾ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല അച്ഛനൊരു ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, ലോഹിദാസിൻ്റെ കാലിബർ എന്താന്ന് ഇനി ജനങ്ങൾ കാണാൻ പോകുന്നുള്ളൂ, ഇനിയാണ് കാണാൻ പോകുന്നതെന്നുള്ളൊരു അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം എന്നുള്ളൊരു. ഇപ്പോൾ ഭീഷ്മറിൻ്റെ ആണ് എഴുത്ത് നടന്നുകൊണ്ടിരുന്നത് അച്ഛൻ മരിക്കുന്ന ആ ഒരു സമയത്ത്. പിന്നെ വേറെ 1-2 സബ്ജക്റ്റുകൾ നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്താണ് ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, അതായത് കഥകളെ പറ്റിയൊക്കെ. കാരണം ഞങ്ങൾക്കും അതിനുള്ളൊരു പ്രായം എന്നാലും ഒരു 18 വയസ്സ് അത്രേ ആയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ എങ്കിലും ഒക്കെ ഇങ്ങനൊരു കഥയാണെന്നൊക്കെ പറയുന്നത് ആ ഒരു അവസാന സമയത്താണ്. ഇങ്ങനൊരു 2-3 കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അല്ല, ഇപ്പം മിനിമം പോയെന്ന് പറഞ്ഞ ഈ ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസ്, ഹോട്ടലുകളിൽ എഴുത്ത്, ലൊക്കേഷനിൽ ഇരുന്ന് എഴുത്ത് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊരു എഴുത്ത് സെറ്റപ്പും എഴുത്ത് മുറിയും അങ്ങനെയൊക്കെ ഒരു പരിപാടി. വീട്ടിലേക്ക് സിനിമ വരുമായിരുന്നോ? വീട്ടിലേക്ക് സിനിമ അങ്ങനെ വരില്ല, പക്ഷെ കഥാപാത്രങ്ങൾ വരും. കഥാപാത്രങ്ങൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലൊരു ഓണത്തിന് ഇതുപോലെ കുറച്ച് തെങ്ങും കള്ളൊക്കെ ഒപ്പിച്ച് അച്ഛൻ 2 ഗ്ലാസ് കള്ളൊക്കെ കുടിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ അച്ഛൻ ഏങ്ങി കരയാൻ തുടങ്ങി. കരയുമ്പോൾ ഞങ്ങളും സ്കൂളിൽ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു കരച്ചലിൻ്റെ ഒടുക്കാണ് അറിയുന്നത് ബാലേട്ടൻ എന്ത് നിഷ്കളങ്കന എന്ന് പറഞ്ഞാണ് കരയുന്നത്. അതായത് 10,000 രൂപ വാങ്ങാനായിട്ടൊരു ബാഗ് ആയിട്ട് പോയി. തനിയാവർത്തനത്തിലെ ബാലമാഷിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സ് വരും നമ്മുടെ ജീവിതത്തിൽ. ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളിൽ നമുക്ക് സിമിലാരിറ്റി ഉള്ള പല ഇൻസിഡൻസ് സംഭവിക്കുക. എന്നുവെച്ചാൽ ഇപ്പോൾ കിരീടത്തിൽ വ്യായാമം ചെയ്യാൻ പറഞ്ഞ് സേതുവിനെ നിർബന്ധിക്കുന്ന ഇതൊക്കെ വീട്ടിൽ മുട്ട തിന്നാൻ പറയോ അപ്പൊ വണ്ണം കുറയ്ക്കാനായിട്ട് ഇതൊക്കെ എൻ്റെ വീട്ടിൽ പറഞ്ഞ നിരന്തരം നടന്നിരുന്ന കാര്യം. കാരണം ഞാനൊരു 100 കിലോന്റെ മുകളിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ വീട്ടിലെ ഡയറ്റാണ്. അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൽ മുത്തശ്ശി നല്ല പുട്ടും കടലൊക്കെ തരുന്ന പോലെ തരാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് അച്ഛൻ അറിയുകയും ചെയ്യും.
അച്ഛനത് ചോദിക്കുകയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അല്ലാതെ ഒരു സിനിമാ ചർച്ചകൾ പൊതുവെ വീട്ടിലേക്ക് അങ്ങനെ ഒരു എഴുതാനായിട്ടൊരു മുറിയോ അല്ലെങ്കിൽ ഒരു എഴുതാനായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. വീട്ടിലിരുന്നൊരു എഴുത്ത് ഇല്ല താരതമ്യേന ഇല്ല കുറവാണ്. വീട്ടിലിരുന്ന് വീട്ടിൽ വന്ന് ഇല്ല എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എന്തെങ്കിലും ലേഖനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതും വളരെ റയറായിട്ട്, അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല. തിരക്കഥകളെല്ലാം ഒരു ആർക്കൈവായിട്ട് കയ്യിലുണ്ടോ അതോ സിനിമകളായിട്ട് നമുക്ക് ഈ കാണുന്ന വീഡിയോകളേ ഉള്ളോ? തിരക്കഥകൾ ഉണ്ട്, ചിലത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ പണ്ട് ഇങ്ക് പെൻ യൂസ് ചെയ്ത് എഴുതിയേക്കുന്നതൊക്കെ ഇപ്പൊ ബ്ലാങ്ക് പേപ്പർ Fade ആയി ആയിട്ടിരിക്കുന്നത്, ഫെയ്ഡായി പോയിട്ട്. ആ. അപ്പോൾ അല്ലാതെ കുറച്ച് ഉണ്ട്. ചിലത് തിരക്കഥ പുസ്തകങ്ങളായി വന്നിട്ടുണ്ട്, ബാക്കി ഒരുപാട് ബ്ലാങ്ക് പേപ്പേഴ്സ് ഇരിക്കുന്നത്. വാത്സല്യമായിക്കോട്ടെ, പാഥേയമായിക്കോട്ടെ, വെങ്കലം ആയിക്കോട്ടെ, സാഗരം സാക്ഷി ആയിക്കോട്ടെ, ഉദ്യാനപാലകനൊക്കെ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ കുറച്ചധികം നേരത്തെ ചർച്ചകളിൽ പറഞ്ഞ സിനിമകൾ ഒരുപാടുണ്ട്, പറയാതെ പോയ സിനിമകൾ ഒരുപാടുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ സിനിമകളെ കുറിച്ച് തന്നെ ഇനിയും പറയാനാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ട്. എത്രയോ ഇരുന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഇപ്പോൾ മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരുപാട് കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കഥാ പരിസരങ്ങളും മുഹൂർത്തങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തന്ന അനശ്വരനായ എഴുത്തുകാരൻ ലോഹിതദാസ് സാറിൻ്റെ ഓർമ്മകളിലാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മുന്നിലേക്ക് പോയത്. പ്രിയപ്പെട്ട സിബി സാർ, വിനു മോഹൻ, കുഞ്ഞുണ്ണി, സുന്ദർദാസ് സാർ, എഴുത്തുകാരൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും എല്ലാം നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള. കുഞ്ഞുണ്ണി ഇതിനിടെ പറഞ്ഞു സിനിമാക്കാർ വരുന്നില്ലെങ്കിലും കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എന്ന്. ലോഹിതദാസ് സാർ എന്നൊരു വ്യക്തി നമ്മളിലേക്ക് എല്ലായ്പ്പോഴും കടന്നു വരുന്നില്ലെങ്കിലും അദ്ദേഹം ഉണ്ടാക്കി വെച്ചു പോയ കഥാപാത്രങ്ങളെ നമ്മൾ സ്ക്രീനിലും ജീവിതത്തിലും വഴിവക്കിലും എവിടെയൊക്കെയോ ആയി എല്ലാ ദിവസവും നിത്യേന എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ നല്ല ഓർമ്മകളിലൂടെയാണ് ഓർമ്മയിലെന്നും എന്ന പരിപാടി കഴിഞ്ഞ കുറേ അധികം സമയം യാത്ര ചെയ്തത്. ഈ ഓരോ എപ്പിസോഡിൽ നമ്മൾ ഓരോ ഓർക്കപ്പെടുന്ന ഓരോരുത്തരെ പറ്റി ഒരു ആൽബം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്ന് സൈൻ ചെയ്യാം, എപ്പിസോഡ് അവസാനിപ്പിക്കാം. സാറിന്റെ മകന് സിബി സാർ അമൃത ടിവിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഉപഹാരം. കാണുന്നത് കഥകളാണെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ കഥാപാത്രങ്ങളാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഓരോ സിനിമയും നമ്മൾ കാണുന്നത്. ഈ ബോധ്യമുണ്ടെങ്കിലും ചില സിനിമയും അതിലെ കഥാപാത്രങ്ങളും എല്ലാം എവിടെയോ നമുക്ക് പരിചയമുള്ളവരെ പോലെ, നമ്മുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്നവരെ പോലെ, ബന്ധുക്കളെ പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കഥയും കഥാപാത്രങ്ങളെയും എല്ലാം നമുക്ക് സമ്മാനിച്ച മഹാനായ ലോഹിതദാസ് സാറിന്റെ ഓർമ്മകളോടൊപ്പമുള്ള ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ നമ്മൾ ഓർക്കുക, എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട